ദൈവനാമത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വീണ്ടും വരുന്ന നസ്രനായ യേശുവിൻ്റെ നിസ്തുല്യ സ്നേഹത്തിലെ പ്രഭാത ജാഗരണത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കേണ്ടത് ഭാഗമെന്ന് പറയപ്പെടുന്നത് ശബദിൽ നല്ല പ്രവൃത്തികൾ തുടരുക എന്നത് വിഷയത്തെ ആസ്പദമാക്കിയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 16-17 വാക്യം ഇങ്ങനെ പ്രതിപാദിക്കുന്നു. യേശു ശബദിൽ അത് ചെയ്യുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ്. 38 സംവത്സരം പക്ഷപാതം പിടിച്ചു കിടന്നതായ മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെതായ ദേവാലയത്തേക്കുള്ളതായ യാത്രാമധ്യയെ കാണുകയും അവനെ സൗഖ്യമാക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു. ഇത് കണ്ടിട്ടാണ് യഹൂദന്മാരുടേതായ നേതാക്കന്മാർ പ്രമാണികൾക്ക് കർത്താവിനോട് നീരസമുണ്ടായി കർത്താവിനെ ഉപദ്രവിക്കുവാൻ അവർ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദുരുപദേശങ്ങളിൽ കൊണ്ട് ഉപജനം നയിക്കപ്പെടുകയും മറ്റുള്ളവരെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ അനുവദിക്കാതെ അകറ്റി നിർത്തുകയും ചെയ്യുന്നതായ വലിയൊരു സമൂഹത്തിൽ അന്നും എന്നും ഉണ്ട് എന്നുള്ള അവസ്ഥ മറന്നു പോകരുത്. ഇവിടെ വിശുദ്ധമായ ശബദ് നാം സ്വന്തം കാര്യാദികൾ നോക്കാതെ ദൈവിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഉചിതമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ശബദ് ദിവസത്തിൽ കർത്താവ് അവന് വിടുതൽ നൽകുന്നുണ്ട്. പ്രിയ സഹോദരൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധമായ ശബദ് എന്ന് പറയപ്പെടുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവം നമ്മൾ അനുവദിക്കുന്നുണ്ട്. ഒരാളുടേതായ മോചനത്തിന്, ഒരാളുടെ വിടുതലിന്, ഒരാളുടെ മാനസാന്തരത്തിന്, ഒരാളുടേതായ സൗഖ്യത്തിന്, സമാധാനത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആത്മീയമായിരിക്കുന്നതായ ആ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. സ്വന്തം കാര്യം നോക്കാതെ ലാഭേച്ഛയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വചനമാർഗത്തിന് വേണ്ടി പണിയെടുക്കരുത് എന്ന് വചനം പറയുന്ന ഓർത്തിരിക്കുക. ഇവിടെ ജീവനൊക്കെയും നിലനിർത്തുവാൻ ദൈവം നിരന്തരം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയപ്പെടുന്നു, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു. അത് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ചതായ ഈ സകല ജീവജാലങ്ങളും എന്നും അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആയതുപോലെ നാമും വിശുദ്ധമായ ശബദ് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായ ആ വിശുദ്ധമായ ശബദിൽ നമ്മുടേതായ ദൈവിക നന്മ പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നത് ഉചിതമെന്ന് ദൈവത്തിന് വചനം ഓർപ്പെടുത്തുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നത്, ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ അവരെ പരിപാലിക്കുന്നത്, ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളതായ കാര്യാദികളിൽ ഒരാൾക്ക് വിശക്കുന്നവർക്ക് അന്നം കൊടുക്കുന്നത്, ഒരാൾക്ക് ദാഹിക്കുന്നത് പാനീയം കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരാൾ ദൈവികമായ കാര്യങ്ങൾ അറിയുവാൻ അവരെ ഉപദേശിക്കുന്നത്, അതെല്ലാം നല്ല കാര്യങ്ങൾ. അങ്ങനെ സത്കർമ്മങ്ങൾ നമ്മെക്കുറിച്ച് കഴിയുന്നതായ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും. അതിൻ്റെ അർത്ഥം ശബദിൽ ദേവാലയത്തിൽ പോകാതെ ആ ജോലിക്കൂടി അവർ തിരിക്കാനല്ല പറയപ്പെടുന്നത്. വിശുദ്ധമായ ശബദ് ആ ദൈവത്തെ ആരാധിക്കാനുള്ളതാകുന്നു. ആ ദിവസങ്ങളിൽ ദൈവത്തിനെ ആരാധിക്കുക. ഇങ്ങനെ ചില സത്കർമ്മങ്ങൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണം. അത് തെറ്റല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പെടുന്നത്. സ്വർഗത്തിൻ്റെതായ പ്രവൃത്തിയിലൊക്കെയും നിലയ്ക്കുന്നില്ല. നന്മ ചെയ്യുന്നതിൽ നാം ഒരിക്കലും തടസ്സമോ നിൽക്കാൻ പാടില്ല, അത് വിരമിക്കാൻ പാടില്ല, അത് വിശ്രമിക്കാനുള്ളതല്ല. ദൈവം ചെയ്യുന്ന സൃഷ്ടിപ്പ് ചെയ്ത് നടത്തിയതിന് ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതിനെ വിശദീകരിച്ചു. ആയതുപോലെ നിങ്ങൾ മറ്റ് കാര്യാദികൾ നോക്കാതെ 7-ാം ദിവസത്തെ വിശുദ്ധമായി, അത് ശബദായി, അത് പ്രാർത്ഥനാ ദിവസമായി, ദൈവം തൻ്റെ മക്കൾക്കും തമ്മിലുള്ള ഒരു അടയാളമായി കാത്തു പരിപാലിക്കുക എന്നതാണ് വചനം പറയപ്പെടുന്നത്. ആയതുകൊണ്ട് ഒരാളുടേതായ ജീവകാരുണ്യ പ്രവർത്തനം നാം അത് ചെയ്യുന്നത് തെറ്റ് എന്ന് പറയുമ്പോൾ, ഒരാൾ മരണാവസ്ഥയിലാകുമ്പോൾ അവർ വിടുതൽ നൽകുന്നത്, അവരെ രക്ഷിക്കുന്നത്, അത് തെറ്റ് അല്ല എന്ന് വചനം ഓർപ്പെടുന്നു. നമുക്കറിയാം, തിരുവചനം പഠിക്കുമ്പോൾ അനേകമായിരിക്കുന്നതായ കാര്യപ്രവർത്തനം ദൈവം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പ്രിയ സഹോദരങ്ങളെ, തെറ്റായ പഠനങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോകാതെ ദൈവത്തിന് ആഴങ്ങൾ പഠിച്ച് ശബദിൻ്റെ പരിശുദ്ധി നിങ്ങളുടേതായ ജീവിതം, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ദൈവനാമത്തിനായി നിലനിർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായിരിക്കുന്നതായ നല്ല ദിവസത്തിനായ സ്തോത്രം, നൽകിയ വചനത്തിനായ സ്തോത്രം, മഴമേറിയതായ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ ശക്തീകരിച്ചിരിക്കൽ സ്തോത്രം ചെയ്യുന്നു. ശബദ് വിശുദ്ധമാണ്. അത് സ്വന്തം കാര്യങ്ങൾ നോക്കാതെ കർത്താവേ, അവിടുത്തേതായ ഹിതം, അവിടുത്തെ ഇഷ്ടം, അവിടുത്തേതായ നന്മ പ്രവർത്തനം ചെയ്യുവാൻ നൽകിയിരിക്കുന്നതായ ആ ഒരു അനുവാദത്തിന് തിരിച്ചറിഞ്ഞ സ്തോത്രം കർത്താവേ. അവിടുത്തെ മക്കളുടെ മേലെ അവിടെ കൃപ ചൊരിയുമാറാണമേ. സത്യാസത്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുവാൻ പ്രാപ്തരാക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം എന്നല്ല പിതാവേ. ആമേൻ.